നമസ്കാരം, എല്ലാവർക്കും സ്കിൽ റൈനോ PSC സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് PYQ സെഷനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ എക്സാം വളരെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് നോക്കാൻ പറ്റിയ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അധികം സംസാരിച്ച് സമയം കളയേണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകരമാകുന്നത്? അപ്പോൾ നമുക്കറിയാം, അബ്കാരി ആക്ട് 7 മോഡ്യൂളാണ് നമുക്കുള്ളത്. അബ്കാരി ആക്ട്, NDPS ആക്ട്, IT ആക്ട്, ക്യാമ്പയിൻ അഗേൻസ്റ്റ് ആൽക്കഹോളിസം, ഫോറിൻ ലിക്വർ റൂൾസ്, ഡിസ്റ്റിലറി ആൻഡ് വെയർ ഹൗസ് റൂൾസ്, കോട്ട്പ. ഇതിനകത്തെല്ലാം കൂടെയാണ് 20 മാർക്ക് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ്. മറ്റുള്ള വിഷയങ്ങൾ യൂണിഫോം പോസ്റ്റുകളെ അപേക്ഷിച്ച് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് കുറച്ചുകൂടെ കുറവാണ്. നമുക്ക് പഠിക്കാനും കുറച്ച് എളുപ്പമാണ്. മനസ്സിലാക്കി പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അബ്കാരി നിയമത്തിലെ ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതെന്ന് നമുക്ക് നോക്കാം. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ C ആണ്, 55D ആണ്. അപ്പോൾ 55D കുറ്റകരമായ ഗൂഢാലോചന. അപ്പോൾ ഇവിടെ അറിയേണ്ടത് കുറ്റകരമായ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട സെക്ഷൻ 55D. അതിൻ്റെ ശിക്ഷ എന്തെന്ന് ചോദിച്ചാൽ, ആരാണോ ഗൂഢാലോചന നടത്തുന്നത്, ഏത് കുറ്റകൃത്യത്തിന് വേണ്ടിയാണോ ഗൂഢാലോചന നടത്തുന്നത്, ആ വ്യക്തിക്ക് എന്തിനാണോ അയാൾ കൂട്ടുനിന്നതോ ഗൂഢാലോചന നടത്തിയതോ ആ ശിക്ഷയ്ക്ക് അതേ ശിക്ഷ തന്നെ അയാൾക്കും ലഭിക്കും. അപ്പോൾ ആരോടൊപ്പമാണോ ഗൂഢാലോചന നടത്തിയത്, കുറ്റകൃത്യം ചെയ്ത വ്യക്തിക്ക് എന്ത് കിട്ടുമോ അത് തന്നെ ഗൂഢാലോചന നടത്തിയ വ്യക്തിക്കും ലഭിക്കും. 55D. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് 2-3 സെക്ഷൻസ് നമുക്ക് നോക്കാം. 2-3 സെക്ഷൻസിലാണ് 55 ക്യാപിറ്റൽ G ഉണ്ട്, 55 ക്യാപിറ്റൽ H ഉണ്ട്, 55 ക്യാപിറ്റൽ I ഉണ്ട്. ഈ 3 സെക്ഷനും ഒന്ന് നമുക്ക് നോക്കണം. അപ്പോൾ 55 G എന്ന് പറഞ്ഞാൽ വ്യാജരേഖ. ഒറ്റയടിക്ക് ഓർമ്മിക്കുക, ക്യാപിറ്റൽ G ആണ്. വ്യാജരേഖ ചമച്ചാൽ അതിൻ്റെ ശിക്ഷ 3 വർഷവും 1 ലക്ഷം രൂപയാണ്. 3 വർഷം വരെയുള്ള തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയുമാണ് 55 Gയിലും. 55 ക്യാപിറ്റൽ H ആണെങ്കിൽ പരസ്യം, ആരെങ്കിലും അനധികൃതമായി പരസ്യം നിരോധനമാണ് അല്ലേ. ഈ പരസ്യം ആരെങ്കിലും പ്രചരിപ്പിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്താൽ അയാൾക്കുള്ള ശിക്ഷ 6 മാസവും, നേരത്തെയും നമ്മുടെ ബുക്കുകളിലൊക്കെ 25,000 രൂപയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിയമം അമെൻഡ് ചെയ്തു. എത്രയായി? 50,000 രൂപയായി. 6 മാസവും 50,000. 55 ക്യാപിറ്റൽ Iയിലാണെങ്കിൽ സിനിമാ തിയേറ്ററുകളിൽ മദ്യപിക്കുന്ന സീനുകൾ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ തിയേറ്ററിൻ്റെ 10/1 ഭാഗം, 1/10, 10/1 ഭാഗത്തിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന മുന്നറിയിപ്പ് പ്രദർശിപ്പിച്ചിരിക്കണം. അല്ല എങ്കിൽ 6 മാസവും 10,000 പക്ഷേ ഇപ്പോൾ 6 മാസവും 50,000 എന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഇത് 4 സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. D ഫോർ ഗൂഢാലോചന, G ഫോർ വ്യാജരേഖ, H ഫോർ പരസ്യം, I ഫോർ സിനിമ. ക്ലിയർ ആണല്ലോ? ഇത് നന്നായിട്ട് പഠിച്ചോളുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കുവാനും ഉപയോഗിക്കുവാനും അനുവാദമുള്ളത്? അപ്പോൾ എത്ര വയസ്സ് മുതലുള്ളവർക്കാണെന്ന് ചോദിച്ചാൽ ആൻസർ സിമ്പിളായിട്ട് നമുക്ക് പറയാം. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ D, 23 വയസ്സാണ്. നമുക്കിതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു 3 സെക്ഷൻസ് ഉണ്ട്. അതിലേതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സെക്ഷൻ 15 Aയും 15 Bയും 15 C. അപ്പോൾ അബ്കാരി നിയമത്തിൽ 72 വകുപ്പുകളാണ് ആകെയുള്ളത്. ഞാൻ പറയുന്ന എക്സ്ട്രാ പോയിൻറ്റ്സുകൾ നോക്കിക്കൊള്ളുക. അപ്പോൾ 55 Aയും 55 Bയും 55 Cയിലും 55 A എന്ന് പറഞ്ഞാൽ എന്താണ്? 23 വയസ്സിൽ അല്ലേ, 23 വയസ്സിൽ താഴെയുള്ള ആരും മദ്യം എന്ത് ചെയ്യരുത്? ഉപയോഗിക്കരുത്. 15 B എന്ന് പറഞ്ഞാൽ 23 വയസ്സിൽ താഴെയുള്ള ആർക്കും മദ്യം വിൽക്കരുത്. 15 C എന്ന് പറഞ്ഞാൽ പൊതുസ്ഥലത്ത് മദ്യം ഉപയോഗിച്ചാൽ ശിക്ഷ. അപ്പോൾ ഈ 3 കാര്യവും ഓർമ്മിക്കുക. 15 A 23 വയസ്സിൽ ഉപയോഗിക്കരുത്, 15 B എന്ന് പറഞ്ഞാൽ 23 വയസ്സിൽ വിൽക്കരുത്, 15 C എന്ന് പറഞ്ഞാൽ പൊതുസ്ഥലത്തെ മദ്യ ഉപയോഗം പാടില്ല എന്ന്. ഈ 3ൻ്റെയും ശിക്ഷ 2 വർഷവും 5,000 രൂപയുമാണ്. 2 വർഷം വരെ തടവ്, 5,000 രൂപ പിഴയും ലഭിക്കാം. ഇതാണ് എന്താണ് സെക്ഷൻ 15 Aയും Bയും Cയും പറയുന്നത്. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ദിവസങ്ങളിൽ ഏത് ദിവസമാണ് അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയി വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്?
ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, മദ്യശാലകൾ തുറക്കാൻ പാടില്ലാത്ത ദിവസമാണ് ഡ്രൈ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മദ്യശാലകൾ തുറക്കാൻ പാടില്ലാത്ത ദിവസങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഗാന്ധി ജയന്തി, ഗാന്ധി രക്തസാക്ഷിത്വ ദിനം, ശ്രീ നാരായണ ഗുരു ജയന്തി, ശ്രീ നാരായണ ഗുരു സമാധി, ദുഃഖവെള്ളി, അതുപോലെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനം, അതുപോലെ എല്ലാ ഇംഗ്ലീഷ് മാസവും 1-ാം തീയതി, അതുപോലെ വോട്ടെണ്ണൽ ദിവസം, അതുപോലെ പോളിംഗ് നടക്കുന്ന മണ്ഡലങ്ങളിലെ അവസാന 48 മണിക്കൂർ. ഈ ദിവസങ്ങളെയാണ് ഡ്രൈ ഡേ എന്ന് പറയുന്നത്. നന്നായിട്ട് പഠിക്കുക, 1 മാർക്ക് നമുക്ക് ലഭിക്കുന്നതാണ് ഡ്രൈ ഡേ എന്നറിയുക. അപ്പോൾ അതാണ് ഡ്രൈ ഡേ. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ദുഃഖവെള്ളിയാണ്. കാരണം ഇതിനകത്ത് ഡ്രൈ ഡേയിൽ പെടുന്നത് ദുഃഖവെള്ളി മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും ഡ്രൈ ഡേ അല്ല എന്ന് നിങ്ങൾ അറിയുക. ഓക്കെയാണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പിൽ ഏത് ഉദ്യോഗസ്ഥനും അതിന് മുകളിൽ ഉള്ളവർക്കാണ് കള്ള് ഷോപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത്? കള്ള് ഷാപ്പുകളിൽ പരിശോധന നടത്താൻ അധികാരമുള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ആൻസർ നമുക്കറിയാം. ഒരു എക്സൈസ് വകുപ്പിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള റാങ്കാണ് സിവിൽ എക്സൈസ് ഓഫീസറും ഏറ്റവും ഉയർന്ന റാങ്കാണ് എക്സൈസ് കമ്മീഷണർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസറാണ് നിലവിൽ. ഇതിൻ്റെ ആൻസർ, ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണെന്ന് അറിയുക, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? അത് നമുക്ക് നോക്കാം. ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം NDPS, നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്. ഫുൾ ഫോം എന്താണ്? നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്നാണ് ഈ നിയമത്തിൻ്റെ ഫുൾ ഫോം. അതുകഴിഞ്ഞിട്ട് ഇത് ഏത് വർഷം നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ്? 1985 നവംബർ 14 മുതൽ ആണ് ഈ നിയമം നിലവിൽ വന്നത്. ഇന്ത്യയിൽ മയക്കുമരുന്നുകളുടെയും ലഹരി പദാർത്ഥങ്ങളുടെയും നിയന്ത്രണത്തിന് വേണ്ടി നിലവിൽ വന്ന നിയമമാണ് 1985 നവംബർ 14 നിലവിൽ വന്ന നിയമം. ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടുള്ള സെക്ഷൻ, അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ വധശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് ചോദിച്ചത്. അപ്പോൾ വധശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ആൻസർ ഏതാണ്? 31A ആണ് ആൻസർ. അവിടെ ഒരു കാര്യം അറിയുക, നിങ്ങൾ 31A ഒക്കെ ആണെങ്കിലും നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന സെക്ഷൻ 19, സെക്ഷൻ 24, സെക്ഷൻ 27A, ഈ 3 സെക്ഷന് മാത്രമാണ് ഈ 31Aയിലകത്ത് ഉൾപ്പെടുന്നത്. 19 പറഞ്ഞാൽ കർഷകൻ അനധികൃതമായി കറുപ്പ് കൃഷി ചെയ്താൽ, 24 പറയുന്നത് അതായത് എന്താണ്, വിദേശ വ്യക്തിയുമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടാൽ വിദേശിയുമായി. 27A എന്ന് പറഞ്ഞാൽ അഭയം നൽകുക, കുറ്റവാളികൾക്ക് അഭയം നൽകുക. ഈ 3 കുറ്റത്തിനും ശിക്ഷ 10 മുതൽ 20 വർഷം വരെയുള്ള കഠിന തടവും 1 മുതൽ 2 ലക്ഷം രൂപ പിഴയും ലഭിക്കുമെന്ന് അറിയുക. ഇത് ആവർത്തിച്ചാൽ ശിക്ഷയുടെ 1.5 ഇരട്ടി ലഭിക്കുമെന്നും പഠിക്കുക. എന്നാൽ പരമാവധി എന്തുവരെ കിട്ടാം? 31A പ്രകാരം വധശിക്ഷ വരെ ലഭിക്കാം എന്നാണ് NDPSലെ ഈ സെക്ഷൻ പറയുന്നത്. അപ്പോൾ 31Aയുമായി ബന്ധപ്പെട്ട കാര്യം പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ റീഡിസ്റ്റിലേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്നത് എന്തെന്നാണ്? അതായത് നമുക്കറിയാം, ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ എന്ന വാക്ക് എവിടെ കണ്ടാലും, ഈ ഒരു വാക്ക് എവിടെ കണ്ടാലും, അല്ലെങ്കിൽ എൻ്റെ മലയാളം ഇന്ത്യൻ മാനദണ്ഡങ്ങൾ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെ മാറ്റിയെടുക്കുന്ന പ്രക്രിയ, ആ സ്പിരിറ്റിനെ അറിയപ്പെടുന്ന പേര് ന്യൂട്രൽ സ്പിരിറ്റ് എന്നാണ് ആൻസർ. ന്യൂട്രൽ സ്പിരിറ്റ്. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യനിലും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ എന്നോ ഇന്ത്യൻ മാനദണ്ഡങ്ങളോ എന്ന വാക്ക് കണ്ടാൽ ആൻസർ ന്യൂട്രൽ സ്പിരിറ്റ് ആണെന്ന് അറിയുക. മറക്കരുത്, ന്യൂട്രൽ സ്പിരിറ്റ്. ഇനി അവിടെ അറിയേണ്ടത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ കാര്യമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, എന്താണ് ഈ ന്യൂട്രൽ സ്പിരിറ്റ്? അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തൊട്ടടുത്ത സെക്ഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. നോക്കി, സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെ ആക്കി മാറ്റുവാൻ താഴെ പറയുന്നത് ഏത് വസ്തുവാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ ഈ സ്പിരിറ്റിനെ പാനയോഗ്യമല്ല, സ്പിരിറ്റ് നമുക്കറിയാം, നമ്മൾ മദ്യപിക്കുന്ന മനുഷ്യൻ മദ്യപിക്കാൻ ഉപയോഗിക്കുന്ന മദ്യത്തെ അല്ലെങ്കിൽ ആൽക്കഹോളിനെ പറഞ്ഞ പേരാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ അല്ലെങ്കിൽ ഈഥയിൽ ആൽക്കഹോൾ. അബ്സല്യൂട്ട് ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ അല്ലെങ്കിൽ ഈഥയിൽ ആൽക്കഹോൾ. ഇവിടെ സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെയാക്കി മാറ്റുവാൻ താഴെ പറയുന്നതിൽ ഏത് വസ്തുവാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ആൻസർ ക്രൂഡ് പിരിഡിൻ ആണ് ആൻസർ. ഏതാണ്? ക്രൂഡ് പിരിഡിൻ. അപ്പോൾ ഏതൊക്കെ വസ്തുക്കളാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെ വസ്തുക്കളെന്ന് ചോദിച്ചാൽ, അപ്പോൾ പാനയോഗ്യമല്ലാതാക്കി മാറ്റുമ്പോൾ ഇതെന്തായി മാറുമെന്ന് ചോദിച്ചാൽ എന്തായി മാറും? അത്
ഡീനാച്ചുവേർഡ് സ്പിരിറ്റായി മാറും എന്നറിയുക. ഡീനാച്ചുവേർഡ് സ്പിരിറ്റായി മാറും എന്നറിയുക. ഈ ഡീനാച്ചുവേർഡ് സ്പിരിറ്റിൽ എന്തൊക്കെ ചേർക്കുമ്പോഴാണ് ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് ആകുമെന്ന് ചോദിച്ചാൽ, ഒന്ന് ബെൻസീൻ. എന്താണ്? ഒന്ന് ബെൻസീൻ. 2 ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡ് പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. ഫോർമാൽഡിഹൈഡ്. മറ്റൊന്ന് പിരിഡിൻ തന്നെയാണ്. അതിനെയാണ് ഇവിടെ ക്രൂഡ് പിരിഡിൻ എന്ന് പറയുന്നത്. പിരിഡിൻ തന്നെയാണ്. അടുത്തൊരെണ്ണം ലൈറ്റ് കൊക്കോസൈൻ എന്ന് പറയുന്നത്. ലൈറ്റ് കൊക്കോസൈൻ എന്ന് പറയുന്നൊരു പദം. അതുപോലെ തന്നെ വുഡ് നാഫ്ത. ഈ 5 പദാർത്ഥം, ഈ 5 കാര്യങ്ങൾ ചേർക്കുമ്പോഴാണ് എന്തായി മാറുന്നത്? ഡീനാച്ചുറൽ സ്പിരിറ്റായി മാറുന്നതുകൊണ്ട് ഈ 5 എണ്ണത്തിനെയും എന്തെന്ന് പറയും? ഡീനാച്ചുറൻസ് എന്ന് പറയും. അപ്പോൾ സ്പിരിറ്റിനെ പാനയോഗ്യമല്ലാതാക്കി മാറ്റുവാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഏതൊക്കെ? ബെൻസീൻ, ഫോർമാൽഡിഹൈഡ്, പിരിഡിൻ, ലൈറ്റ് കൊക്കോസൈൻ, എന്താണ് വുഡ് നാഫ്ത എന്ന്. ഓക്കെയാണോ? അടുത്തതിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അപ്പോൾ എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മൊളാസസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം എന്തെന്നാണ്? അപ്പോൾ ഈ പൈപ്പുകളുടെ നിറം അവിടെ ഓർമ്മിക്കേണ്ടത്, നമുക്കറിയാം ഇതിൽ ആൻസർ നീല എന്നാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താണ് ഈ മൊളാസസ് എന്ന് പറയുന്നത്? മൊളാസസ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര പരലുകളായി എടുത്തതിന് ശേഷം അതിനകത്ത് ബാക്കി വരുന്ന പഞ്ചസാര എടുത്തതിന് ശേഷം പരലുകളായി മാറ്റിയ ശേഷം ബാക്കി വരുന്ന കടും തവിട്ട് നിറത്തിലുള്ള മധുരപാനീയത്തിൽ ഈസ്റ്റ് ചേർത്ത് പുളിപ്പിച്ച് കിട്ടുന്ന ആൽക്കഹോളിനെ പറഞ്ഞ പേരാണ് മൊളാസസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇതൊക്കെ നിർമ്മിക്കാനായി പല പൈപ്പുകളിലൂടെയും ഡിസ്റ്റിലറികളിൽ കടത്തിവിടാറുണ്ട്. അപ്പോൾ അതിൻ്റെ നിറം, ആ പൈപ്പിൻ്റെ നിറം നീല പൈപ്പിലൂടെ പോകുന്നതെല്ലാം മൊളാസസ് ആയിരിക്കുമെന്നറിയുക. പച്ച പൈപ്പിലൂടെ പോകുന്നതെല്ലാം എന്തായിട്ട് കരുതുക? പച്ച പൈപ്പിലൂടെ പോകുന്നതെല്ലാം വാഷ് ആണെന്നറിയുക. എന്താണ്? വാഷ്. മറക്കരുത്, വാഷ്. പച്ച പൈപ്പിലൂടെ പോകുന്നത് വാഷാണ്. ഇനി മഞ്ഞയിലൂടെ പോകുന്നത് സ്പെൻഡ് വാഷ് ആണെന്നറിയുക. എന്താണ്? സ്പെൻഡ് വാഷ്. വെള്ളയിലൂടെ പോകുന്നത് സ്റ്റീം ആണെന്നറിയുക. നീരാവി, സ്റ്റീം. അപ്പോൾ ഇതൊക്കെ ഓർമ്മിക്കുക. പച്ച വാഷ്, നീല മൊളാസസ്, മഞ്ഞ സ്പെൻഡ് വാഷ്, വെള്ള സ്റ്റീം. ഇനി ചുവപ്പ് ഏതാണ്? സ്പിരിറ്റ് എന്നറിയുക. ചുവപ്പ് സ്പിരിറ്റ്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും നന്നായിട്ട് നോക്കുക. അപ്പോൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിറങ്ങൾ എന്ന് ഓർമ്മിക്കുക. അടുത്തതിലേക്ക് പോകുന്നു. നമ്മൾ അടുത്തതിലേക്ക് പോകുന്നതാണ് ലൈസൻസ്. അപ്പോൾ താഴെ പറയുന്നവയിൽ കേരളത്തിലെ മദ്യവിൽപ്പന അനുവദിച്ചുകൊണ്ടുള്ള വിവിധ ലൈസൻസുകൾ പറയുന്നു. ഏതാണ് ശരിയായത് അല്ലെങ്കിൽ ഏതാണ് തെറ്റായതെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം നോക്കാം. ശരിയായത് 1 FL1 ലൈസൻസ്. നമുക്ക് ഈ പാഠം മുഴുവൻ ലൈസൻസുമായി ബന്ധപ്പെട്ട പാഠമാണ്. അപ്പോൾ അതിനകത്ത് ആർക്കൊക്കെ ഏതൊക്കെ ലൈസൻസ് നമ്മൾ നോക്കാം. FL1 ലൈസൻസ്, FL3 ലൈസൻസ്, FL11 ലൈസൻസ് ഉണ്ട്, FL9 ലൈസൻസ് ഉണ്ട്, FL8 8A ലൈസൻസ് ഉണ്ട്, FL4 ലൈസൻസ് ഉണ്ട്, 4A ഉണ്ട്, FL6 ഉണ്ട്. അപ്പോൾ ഇത്രയും ലൈസൻസുകളെ കുറിച്ച് പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് FL1 ആണ്. അപ്പോൾ FL1 ലൈസൻസ് ആർക്കെന്ന് ചോദിച്ചാൽ പറയുക, ശ്രദ്ധിച്ചിരിക്കുക. FL1 ലൈസൻസ് നമ്മുടെ ബിവറേജസ് ഔട്ട്ലെറ്റുകളാണ്. കേരള സ്റ്റേറ്റ് ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നൽകുന്ന ലൈസൻസാണ് FL1 ലൈസൻസ്. അത് കേരള സ്റ്റേറ്റ്, ഞാൻ പറയുന്ന വ്യക്തമായിട്ട് കേൾക്കുക, എല്ലാം നമുക്ക് എഴുതാൻ പറ്റില്ല. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിനുണ്ടാവും, കേരള സ്റ്റേറ്റ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡിനുണ്ടാവും, കേരള സ്റ്റേറ്റ് എന്താണ് നമുക്കറിയാം ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അല്ലേ. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പറഞ്ഞു കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് നിലവിൽ വന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അവിടെ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ നിലവിൽ വന്ന ഡേറ്റ് 1984 ഫെബ്രുവരി 23 എന്നറിയുക. അത് തിരുവനന്തപുരത്താണ് ആസ്ഥാനം. ഓക്കെ ആണോ? അപ്പോൾ 3 പേർക്കാണ് FL1 ലൈസൻസ് കൊടുക്കുന്നത്. ബിവറേജസ് കോർപ്പറേഷനും കൺസ്യൂമേഴ്സ് ഫെഡറേഷനും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും. ഇവർക്ക് 3 പേർക്കുമാണ് FL1 ലൈസൻസ് ഉള്ളതെന്ന് അറിയുക. ഇത് ബിവറേജസ് കാണാം. ഇവിടെ ഇരുന്ന് മദ്യം കുടിക്കുന്നത് അനുവദനീയമല്ല. ഇവിടെ പൊട്ടിച്ച കുപ്പികളിൽ കൊടുക്കുകയുമില്ല. സീൽ ചെയ്ത കുപ്പിയിൽ മാത്രമേ നൽകാറുള്ളൂ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും SC/ST കോളനികൾ തുടങ്ങിയവയിൽ നിന്നൊക്കെ 200 മീറ്ററോളം ദൂരത്തായിരിക്കണം FL1 ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത്. 200 മീറ്റർ. FL3 ലൈസൻസിലേക്ക് വരികയാണെങ്കിൽ അത് ബാർ ലൈസൻസാണ്. അത് ചില്ലറ വിൽപ്പനശാല. അപ്പോൾ അതിനെയാണ് നമ്മൾ FL3 ലൈസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല. അവിടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാറുണ്ട്, അവിടെ ഇരുന്ന് കഴിക്കാം. അതാണ് FL3 ലൈസൻസിൻ്റെ പ്രത്യേകത. അവർക്കും 200 മീറ്റർ ദൂരം തന്നെയാണ്. ഈ FL1 ലൈസൻസ് ഉള്ള ആളും FL3 ലൈസൻസ് ഉള്ള ആളും, ഈ 2 ലൈസൻസ് ഉള്ളവരും മദ്യം വാങ്ങേണ്ടത്
FL9 ലൈസൻസ് ഉള്ളവരിൽ നിന്നാണ്. FL9 ലൈസൻസ് ആരുടെ എന്ന് ചോദിച്ചാൽ വിദേശ മദ്യ മൊത്ത വിൽപ്പനശാല ലൈസൻസാണ് FL9 ലൈസൻസ്. വിദേശ മദ്യ മൊത്ത വിൽപ്പന ലൈസൻസാണ് FL9 ലൈസൻസ്. അവരുടെ കയ്യിൽ നിന്ന് മാത്രമാണ് FL1നും FL3ക്കും വാങ്ങാൻ പാടുള്ളൂ. FL1ഉം FL3യും അവരുടെ കയ്യിൽ നിന്ന് മാത്രമേ മദ്യം വാങ്ങുവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണോ? അപ്പോൾ FL1 കിട്ടി, FL3 കിട്ടി, FL9 കിട്ടി. FL11 എന്ന് പറഞ്ഞാൽ ബിയർ വൈൻ പാർലർ ലൈസൻസാണ്. FL11 അത് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, ഹെറിറ്റേജ് ഹോമുകൾ തുടങ്ങിയവയ്ക്കാണ് ഈ ലൈസൻസ് നൽകുന്നത്. അതുപോലെ FL8ഉം 8Aയും സൈനിക ക്യാൻറ്റീനുകൾക്ക്, പട്ടാളക്കാർക്കുള്ള ക്യാൻറ്റീനുകളുടെ ലൈസൻസാണ് FL8ഉം 8A. അതുപോലെ FL6 എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ലൈസൻസും FL4A എന്ന് പറഞ്ഞാൽ ക്ലബ്ബ് ലൈസൻസുമാണ്. ഇതാണ് ഇതിൻ്റെ ശരി ഉത്തരമെന്ന് അറിയുക. ഇനി FL3 ലൈസൻസിൽ നമ്മൾ 200 മീറ്റർ പറഞ്ഞെങ്കിലും അവിടെ ഹോട്ടലുകളിൽ, ബാർ ഹോട്ടലുകളിൽ, വലിയ 4 സ്റ്റാറിനും 5 സ്റ്റാറിനും മുകളിലുള്ള ഹോട്ടലിലാണെങ്കിൽ ഈ പറഞ്ഞ ദൂരപരിധി 200 മീറ്ററിന് പകരം 50 മീറ്റർ മതിയാകും എന്നുകൂടെ അറിയുക. അപ്പോൾ ഇതിൽ ശരി ഉത്തരം നമുക്ക് നോക്കാം. സി ആണ് ശരി ഉത്തരം. നോക്കി, FL4A ക്ലബ്ബ് ലൈസൻസ്, FL6 സ്പെഷ്യൽ ലൈസൻസ്, FL9 വിദേശ മദ്യ മൊത്ത വിൽപ്പന ലൈസൻസ്, FL11 ബിയർ വൈൻ പാർലർ ലൈസൻസ്. ശരിയല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ. നിങ്ങളുടെ മാർക്കുകളാണ് ഇതാ കിടക്കുന്നതെന്ന് ഓർമ്മിക്കുക. അടുത്തയിലേക്ക് പോകാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ പോകാം. കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നതിന് സ്കൂൾ കോളേജുകളിൽ നിന്നും വേണ്ട കുറഞ്ഞ ദൂരപരിധി എത്ര? വളരെ എളുപ്പം. ഇത് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. എത്രയാണ്? 200 മീറ്റർ എന്നാണ്. കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല ചില്ലറ വിൽപ്പനശാല എന്ന് പറഞ്ഞാൽ ബാറാണ്. FL3 ലൈസൻസ് ആണല്ലേ? FL3 ലൈസൻസ് അല്ലേ ചില്ലറയ്ക്ക് വിൽക്കുന്നത്? അവിടെ അല്ലേ കൊടുക്കുള്ളൂ. ആൻസർ 200 മീറ്റർ പഠിച്ചില്ലേ? നമ്മൾ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, താഴെ പറയുന്നതിൽ പഠിച്ചു നമ്മൾ. മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഏത്? അതായത് ഇതിൽ ഡ്രൈ ഡേ അല്ലാത്തത് എന്ന് വെച്ചാൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ഡ്രൈ ഡേ ആണ്. ജനുവരി 30 ഗാന്ധി രക്തസാക്ഷി ദിനം ഡ്രൈ ഡേ ആണ്. ജൂൺ 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനം ഡ്രൈ ഡേ ആണ്. ഓഗസ്റ്റ് 15 ഡ്രൈ ഡേ അല്ല. അപ്പോൾ ആൻസർ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം എന്നറിയുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്ന കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം. കോട്ട്പ ആക്ട് നമുക്കറിയാം സിഗരറ്റ്സ് ആൻഡ് കോട്ട്പ 2003 എന്ന് പറയും. കോട്ട്പ 2003. സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് 2003. ഈ നിയമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോട്ട്പ ആക്ടിൽ ഏകദേശം 33ഓളം വകുപ്പുകളുണ്ട്. ഇതിനകത്ത് നമുക്ക് പറയാം സിഗരറ്റും അല്ലെങ്കിൽ മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, വാങ്ങുക, കൈവശം വയ്ക്കുക തുടങ്ങിയവയുടെ നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് 2003 കോട്ട്പ നിയമം. ഇത് 2003 മെയ് 18 തീയതി 2003 മെയ് 18 നിലവിൽ വന്നതെന്ന് അറിയുക. 2003 മെയ് 18 പാർലമെൻറ്റ് പാസ്സാക്കിയെന്നറിയുക. കോട്ട്പ നിയമം 2003 മെയ് 18 അറിയുക. അതുപോലെ നിങ്ങൾ അറിയേണ്ടത് കോട്ട്പ നിയമത്തിലെ സെക്ഷൻ 4 എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ 4 പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത് അറിയുക. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്ന വകുപ്പ് കോട്ട്പയിലെ 4ാമത്തെ സെക്ഷനാണെന്ന് അറിയുക. അപ്പോൾ നമുക്കറിയാം പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചിരിക്കുന്നു. എന്നാണ് പൊതുസ്ഥലത്തെ പുകവലി കേരള ഹൈക്കോടതി നിരോധിച്ചതെന്ന് ചോദിച്ചാൽ കെ രാമകൃഷ്ണൻ vs സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസ് കാരണമാണ്. എന്ന കേസ് കാരണമാണ് അത് നിരോധിച്ചിരിക്കുന്നത്. എന്നെന്ന് ചോദിച്ചാൽ 1999 ജൂലൈ 12 തീയതി 1999 ജൂലൈ 12 തീയതിയാണ് പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഉത്തരവിറക്കിയതെന്ന് അറിയുക. അപ്പോൾ ആ പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ടുള്ള സെക്ഷൻ കോട്ട്പയിൽ ഏതാണ്? 4ാമത്തെ സെക്ഷനാണ്. അങ്ങനെ ആരെങ്കിലും പൊതുസ്ഥലത്ത് പുകവലിച്ചാൽ പിഴ എത്ര രൂപയാണ്? 200 രൂപ പിഴയെന്ന് 21ാമത്തെ സെക്ഷനിലാണ് പറയുന്നത്. അപ്പോൾ കോട്ട്പ നിയമത്തിൽ 4 എന്ന് പറയുന്നു നിരോധിച്ചിരിക്കുന്ന അതിൻ്റെ ശിക്ഷ കിടക്കുന്ന 21ാമത്തെ സെക്ഷനിലാണ്. എത്ര രൂപ പിഴ? 200 രൂപ പിഴയാണെന്ന് അറിയുക. 200 രൂപ പിഴ. ഓക്കെ, എന്താണ് ഈ 4ാമത്തെ സെക്ഷൻ പറയുന്നതെന്ന് കോടതി പറയുന്നത് 21ാമത്തെ ഭരണഘടനയിലെ 21ാമത്തെ അനുച്ഛേദത്തിൻ്റെ ലംഘനമാണ്. ഭരണഘടനയിലെ 21ാമത്തെ അനുച്ഛേദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമാണ്. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അല്ലേ? അപ്പോൾ അതിനെ ലംഘിക്കുന്നതുകൊണ്ടല്ലേ ഈ പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. കോട്ട്പ നിയമം 2003 കാര്യം പഠിക്കുക. ക്ലിയർ ആണല്ലോ? ബാക്കി കാര്യങ്ങൾ വഴിയേ. ഓക്കെ അല്ലേ? അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് പഠിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ നന്നായിരിക്കും. ആ ടോപ്പിക്കൽ പഠിച്ചിട്ട് കണ്ടുക കുറച്ച് നന്നായിരിക്കും. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യനാണ്.
സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട്പ ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ എത്ര? നമുക്കറിയാം സ്കൂൾ പരിസരത്ത് ഇത് വിൽക്കാൻ പാടില്ല. എത്ര ദൂരത്തിലാണ്? 100 യാർഡാണ്. 100 അടി, 100 വാരം, 100 വാര ചുറ്റളവ്. അപ്പോൾ 100 യാർഡ് അല്ലെങ്കിൽ 100 വാരം എന്നാണ്. 100 മീറ്റർ അല്ല കേട്ടോ. ഈ 100 യാർഡ് എന്ന് പറഞ്ഞാൽ 91.44 മീറ്റർ എന്നുകൂടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ 100 വാരം. അപ്പോൾ 100 യാർഡ്. ഈ ചുറ്റളവിനുള്ളിൽ സ്കൂൾ പരിസരത്ത് വിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന കോട്ട്പയിലെ സെക്ഷനാണ് 6B പറയുന്നത്. 6 സ്മോൾ ബിയിൽ പറയുന്നത്. ഈ 6 സ്മോൾ ബിയിൽ പറയുന്ന കാര്യം നിങ്ങൾ അറിയണം. അതിന് ശിക്ഷ 200 രൂപ പിഴ കിട്ടുമെന്നറിയുക. ഇതല്ലേ ശരി ഉത്തരം? ആൻസർ ഓപ്ഷൻ സി ആണ്. 200 രൂപ പിഴയാണെന്നറിയുക. ഇത് സെക്ഷൻ 24-നകത്താണ് ശിക്ഷ കിടക്കുന്നത്. അപ്പോൾ 6Bയുടെ ശിക്ഷ എവിടെയാണ് കിടക്കുന്നത്? 24-ലാണ് കിടക്കുന്നതെന്ന് അറിയുക. അപ്പോൾ സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിനുള്ളിൽ, 100 മീറ്റർ അല്ല, 100 യാർഡ് ചുറ്റളവിനുള്ളിൽ ഇത് വിറ്റാൽ ശിക്ഷ 200 രൂപയാണെന്ന് അറിയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാ ടോപ്പിക്കും ഒന്ന് കവർ ചെയ്ത് വരാം അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു? ഓക്കെ, നമുക്ക് നോക്കാം. ഭവിഷ്യത്ത് അല്ലെങ്കിൽ പരസ്യം അല്ലെങ്കിൽ മുന്നറിയിപ്പിനെ കുറിച്ച് ആദ്യം നമുക്ക് നോക്കാം. അപ്പം മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഉണ്ടാകണം. തീർച്ചയായിട്ടും മുന്നറിയിപ്പ് കൊടുത്തിരിക്കണം. എന്താണ്? സിഗരറ്റ് പാക്കറ്റുകളിൽ അതിൻ്റെ ആകെ ഭാഗത്തിൻ്റെ 85%, ആകെ ഭാഗത്തിൻ്റെ 85%മാണ് എന്തുണ്ടായിരിക്കേണ്ടത്? ഇതിൻ്റെ അതായത് നമ്മുടെ മുന്നറിയിപ്പ് ചിത്രം ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പ്. ചിത്രം ഏകദേശം 60%, ബാക്കിയെല്ലാം കൂടെ ചേർത്ത് മൊത്തത്തിൽ 85% അതിനകത്ത് എന്തുണ്ടായിരിക്കേണ്ടത്? ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് പറയുന്നത്. ഇന്ത്യൻ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ ഉണ്ടാകുന്ന അതിലുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് പറയുന്നത് 85% ഭാഗത്തും ഉണ്ടായിരിക്കണം. ഇതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാക്കുക, 85% ഓർമ്മിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടി സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് നിർദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ അനുച്ഛേദം 47-ലാണ്. അനുച്ഛേദം 47-ലാണ് മദ്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആരോഗ്യത്തെക്കുറിച്ചും പറയുന്ന ഭരണഘടനയുടെ അനുച്ഛേദം. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ്. ഏതാണ്? 47 എന്നറിയുക. ഓപ്ഷൻ സി 47. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. നമുക്കറിയാം ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ആൽക്കഹോളിസം എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്തെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷൻ്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ആര്? ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷൻ്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ആരെന്ന് വെച്ചാൽ വിമുക്തി മിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2016 നവംബർ 20 കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതാണ് വിമുക്തി മിഷൻ. ഈ വിമുക്തി മിഷൻ്റെ ഭാഗമായിട്ടൊരു കാര്യമുണ്ട്. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. എന്താണ്? നാളത്തെ കേരളം ലഹരിമുക്ത കേരളം എന്നാണ്. അതൊരു 90 ദിവസത്തെ തീവ്ര യജ്ഞ പരിപാടിയാണ്. നാളത്തെ കേരളം ലഹരിമുക്ത കേരളം അത് വിമുക്തി മിഷൻ്റെ ഒരു പ്രചരണ പദ്ധതിയാണെന്ന് അറിയുക. അപ്പോൾ ഈ വിമുക്തി മിഷൻ്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ആൻസർ ആരാണ്? മുഖ്യമന്ത്രിയാണെന്ന് അറിയുക. എന്നാൽ അതിലെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ ആണെന്ന് ചോദിച്ചാൽ അത് എക്സൈസ് വകുപ്പ് മന്ത്രിയാണെന്നും അറിയുക. അപ്പോൾ ഗവേണിംഗ് ബോഡി ചെയർമാൻ മുഖ്യമന്ത്രിയും ഡെപ്യൂട്ടി ചെയർമാൻ എക്സൈസ് വകുപ്പ് മന്ത്രിയാണെന്ന് അറിയാം. ഈ വിമുക്തി മിഷൻ്റെ അംബാസഡർ ആണെന്ന് ചോദിച്ചാൽ അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്ന് അറിയാം. വിമുക്തി മിഷൻ്റെ അംബാസഡർ സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്ന് ഇവിടെ അറിയുക. കേരളത്തിൽ മദ്യ ഉപയോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സ് മുതലാണ്? നമ്മൾ പഠിച്ചതാണ്. 23 വയസ്സാണ് ശരി ഉത്തരം. IT ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. IT ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദം, സൈബർ ടെററിസം പരമാവധി തടവ് ശിക്ഷ എത്രയാണ്? അപ്പോൾ സൈബർ ടെററിസം നമുക്കറിയാം ജീവപര്യന്തമാണോ, 10 വർഷമാണോ, 12 ആണോ, 7 ആണോ ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. 66F സൈബർ ടെററിസം, അല്ലെ 66 ക്യാപിറ്റൽ Fലാണ് സൈബർ ടെററിസം പറയുന്നത്. ശിക്ഷ എത്രയാണ്? ജീവപര്യന്തം തടവെന്നറിയുക. ജീവപര്യന്തം തടവ്. അതുപോലെ IT ആക്ട് 2000 സെക്ഷൻ 77B പ്രകാരം ഡാഷ് തടവ് ശിക്ഷ പ്രതിപാദിച്ചുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ്. അപ്പോൾ 77Bയിൽ പറയുന്നത് 3 വർഷത്തിൽ കൂടുതൽ 3 വർഷത്തിനകത്തുള്ള കുറ്റങ്ങളിൽ തടവ് ശിക്ഷ പ്രതിപാദിച്ചുള്ള കുറ്റങ്ങൾ എന്ന് വെച്ചാൽ 3 വർഷം വരെയുള്ള കുറ്റങ്ങൾക്ക് എന്ത് കിട്ടും? തടവ് ശിക്ഷ കിട്ടും. ബെയിൽ ജാമ്യം കിട്ടുമെന്നറിയുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ മുകളിൽ പറഞ്ഞതൊന്നുമല്ല എന്നാണ് ആൻസർ. 3 വർഷം എന്നാണ് ആൻസർ. ഇവിടെ 3 ഇല്ലല്ലോ ഓപ്ഷനിൽ. അപ്പോൾ ആൻസർ 3 വർഷം എന്ന് അറിയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിയമത്തിലെ നിർവചന പ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് എന്നാണ്. അപ്പോൾ പൊതുസ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പൊതുസ്ഥലം എന്നാൽ എന്ത്? പൊതുസ്ഥലം എന്നാൽ നമുക്ക് നോക്കാം. പൊതുസ്ഥലം എന്നാൽ
ആൻസർ പോലീസ് സ്റ്റേഷൻ ഒരു പൊതുസ്ഥലമാണ്. ഓക്കെ, റെസ്റ്റോറൻറ്റിലെ ഡൈനിങ് റൂം ഒരു പൊതുസ്ഥലമാണ്. ചരക്ക് വാഹനം, ഇപ്പോൾ നിങ്ങൾ ചരക്ക് വാഹനം ഒരാളല്ലേ ഇരിക്കുള്ളൂ, ചരക്ക് വാഹനം പൊതുസ്ഥലത്തല്ലേ ഇന്ന് പോകുന്നത്, അതുപോലെ. അപ്പോൾ റെസ്റ്റ് ഹൗസിൽ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറിയാണ് ഇതിൽ പൊതുസ്ഥലം അല്ലാത്തത്. അതൊരാളുടെ പേഴ്സണൽ മുറിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, പൊതുസ്ഥലം അല്ലാത്തത് റെസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറി ആണെന്ന് അറിയുക. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നാണ്. അപ്പോൾ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ അങ്ങ് പറയാം. ഓപ്ഷൻ ഡി ആണ്. എന്താണ്? കേരളത്തിൻ്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്നും ആ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നതിന് പറഞ്ഞ പേരാണ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ഈ കാണിക്കുന്നത് അത്രയും. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണെന്ന് അറിയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്നാൽ ഒരാൾക്ക് അബ്കാരി നിയമം അനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് എത്രയെന്ന് ചോദിച്ചാൽ അത് 15 ലിറ്ററാണ്. എത്രയാണ്? 15 ലിറ്റർ. അപ്പോൾ ഈ 15 ലിറ്ററിൽ എന്തൊക്കെ ഉൾപ്പെടുമെന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം. ഒന്ന് നമുക്കറിയാം കള്ള് അല്ലേ, കള്ള് എത്ര ലിറ്ററാണ്? 1.5 സൂക്ഷിക്കാം. 2 IMFL ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ എത്ര ലിറ്ററാണ്? 3 ലിറ്ററാണ്. മൂന്നാമത്തെ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 2.5 ലിറ്ററാണ്. നാലാമത് നമ്മുടെ വൈൻ എത്രയെന്ന് ചോദിച്ചാൽ 3.5 ലിറ്ററാണ്. അഞ്ചാമത്തെ ബിയർ എത്രയെന്ന് ചോദിച്ചാൽ 3.5 ലിറ്ററാണ്. ആറാമത്തത് കൊക്കോ ബ്രാൻഡി 1 ലിറ്ററാണ്. അങ്ങനെ ആകെ 15 ലിറ്റർ എന്നറിയുക. എത്രയാണ്? 15 ലിറ്റർ. ഇതിനകത്ത് നാടൻ മദ്യം എന്ന് പറയുന്നത് കള്ള് മാത്രമാണ് അല്ലേ? ഇതിനകത്ത് നാടൻ മദ്യം എന്ന് പറയുന്നത് കള്ള് മാത്രമാണ്, ബാക്കിയെല്ലാം വിദേശ മദ്യത്തിൻ്റെ ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ അവിടെ ഓർമ്മിക്കേണ്ടത് ആകെ വിദേശ മദ്യം ഒരാൾക്ക് സൂക്ഷിക്കാവുന്ന എത്രയാണെന്നറിയുക? 13.5 ലിറ്റർ എന്നറിയുക. മുഴുവൻ അല്ല മദ്യം, ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? മദ്യം 15 ലിറ്റർ എന്നറിയുക. ഓക്കെ, അപ്പോൾ 15 ലിറ്റർ എന്ന് തന്നെ പഠിച്ചു വയ്ക്കുക. ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന നിയമം അനുസരിച്ച് പെർമിറ്റ് ഇല്ലാതെ കൈവശം വയ്ക്കാവുന്നത് ഇതാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നമുക്ക്. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാൻ ഉപയോഗിക്കാൻ നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? അത് എത്രയാണ്? 23 വയസ്സ്. പഠിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക. അപ്പോൾ മയക്കുമരുന്ന്, അതിനകത്ത് നമുക്ക് നോക്കാം NDPS നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഈ NDPS നിയമത്തിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാനും ഭേദഗതി വരുത്തുവാനും വേണ്ടിയാണോ, അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്തുവഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടാനാണോ, സംസ്ഥാനങ്ങൾക്ക് മയക്കുമരുന്ന് നിരോധനത്തിന് അധികാരം നൽകുന്നതിനാണോ, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്താനാണോ? അപ്പോൾ ഇതിൽ 3 കാര്യമാണ് NDPSൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ വരുന്നത്. പ്രധാനപ്പെട്ട ഒന്ന് ഏതാണ്? നിയമം ഏകീകരിക്കാനും ഭേദഗതി വരുത്താനും വേണ്ടിയാണ് 1985 ലക്ഷ്യം, അല്ലെ NDPS ആക്ടിൻ്റെ ലക്ഷ്യം. 2 മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്തുവഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടുന്നതും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. മൂന്നാമത്തത് സംസ്ഥാനങ്ങൾക്ക് മയക്കുമരുന്ന് നിരോധനത്തിന് അധികാരം നൽകുന്നു. സംസ്ഥാനങ്ങൾക്കല്ല, സംസ്ഥാനങ്ങൾക്കായിട്ടൊരു അധികാരം അവിടെ ഇല്ല, അവിടെ കേന്ദ്രത്തിനാണ് ആ അധികാരമുള്ളത്. അപ്പോൾ അവിടെ ആ ഒരു ഓപ്ഷൻ തെറ്റാണ്, ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇവിടുത്തെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി. കാരണം ഓപ്ഷൻ ബിയിൽ എന്താ പറയുന്നത്? 1, 2, 4 മാത്രം. 1, 2, 4 അല്ലേ? അതല്ലേ ശരി ഉത്തരം? 1, 2, 4. ഓക്കെ, അടുത്തതിലേക്ക് പോകാം നമുക്ക്. എന്താണ്? സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നാൽ എന്തെന്നാണ്? സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ NDPSൻ്റെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെട്ട പദാർത്ഥമാണോ, എല്ലാവിധ നിർമ്മിത മരുന്നുകളും ഉൾപ്പെട്ടതാണോ, കൊക്കോ ചെടിയും കറുപ്പ് ചെടി, കഞ്ചാവ് ചെടി എന്നിവയിൽ വേർതിരിച്ചെടുത്ത വസ്തുക്കളാണോ, അല്ല ഇതൊന്നും അല്ലയോ? അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ എ ആണെന്നറിയുക. ഓപ്ഷൻ എ എന്താണ്? NDPS നിയമത്തിലെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങളെയാണ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഒരു പട്ടികയുണ്ട് NDPSനകത്ത്. അതിനകത്ത് പട്ടികയ്ക്കകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ പദാർത്ഥങ്ങളാണ് സൈക്കോട്രോപിക് എന്നും ഏതൊക്കെയാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് എന്നും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഓർമ്മിക്കുക. നല്ലൊരു ക്വസ്റ്റ്യനാണ്. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിപ്പ് മുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തപ്പെട്ട ഓഫീസ് ആരുടേതാണ്? അപ്പോൾ
കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറിയുടെ സ്പിരിറ്റ് സൂക്ഷിപ്പ് മുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തപ്പെട്ട ഓഫീസാണ് ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ എ, കമ്മീഷണറുടെ ഓഫീസ്. എക്സൈസ് കമ്മീഷണറുടെ ഓഫീസ് എന്നറിയുക, അദ്ദേഹമാണ് അതിൻ്റെ അധികാരി എന്നറിയുക. എക്സൈസ് കമ്മീഷണറുടെ ഓഫീസാണ് അവിടുത്തെ ശരി ഉത്തരം എന്നറിയുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. എന്താണ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. മദ്യം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രാഥമിക അസംസ്കൃത വസ്തുക്കളെ പറയുന്ന പേരാണ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. പ്രാഥമിക അസംസ്കൃത വസ്തുക്കൾ, അതിനുദാഹരണമാണ് കരിമ്പ്, അതിനുദാഹരണമാണ് മൊളാസസ്, അതിനുദാഹരണമാണ് ധാന്യങ്ങൾ. ഓക്കെയാണോ? അപ്പോൾ ഇതിൽ പ്രകാരം ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യേയുള്ള നിയമാനുസൃത നഷ്ടം, വേസ്റ്റേജ് ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? അപ്പോൾ കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് പ്രകാരം എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യേയുള്ള നിയമാനുസൃത നഷ്ടം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ കാണാതെ പഠിച്ച് വെച്ചോളൂ. കാരണം ഇതൊരു അങ്ങനെ എപ്പോഴും ചോദിച്ചുള്ള ഒറ്റ പ്രാവശ്യം ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ 3ഉം 4ഉം എന്ന് ഓർമ്മിക്കുക. ശരി. അപ്പോൾ ഓരോ 400 കിലോമീറ്റർ ദൂരത്തിനും 0.1% വീതവും ആകെ യാത്രയ്ക്ക് പരമാവധി 0.5%മാണ് ശരി. അപ്പം 3ഉം 4ഉം ശരി എന്നൊരു ഓപ്ഷനുണ്ട്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം എന്നറിയുക. കാണാതെ പഠിച്ചു വെച്ചോളൂ. അപ്പോൾ ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് പ്രകാരം എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യേയുള്ള നിയമാനുസൃത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? അവിടെ ഓർമ്മിക്കേണ്ടത് ഓരോ 400 കിലോമീറ്റർ ദൂരത്തിനും 0.1%, ആകെ യാത്രയ്ക്ക് 0.5% എന്ന് അറിയുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഒന്ന്, സ്പിരിറ്റിൻ്റെ വീര്യം അളക്കലാണോ? ഒരു പാത്രത്തിൻ്റെയോ ക്യാങ്ങിൻ്റെയോ അളവ് കണ്ടുപിടിക്കുകയാണോ? സ്പിരിറ്റിന് എത്ര അളവ് വെള്ളം ചേർത്തിരിക്കുന്നതാണോ? അല്ലെങ്കിൽ സ്പിരിറ്റിൻ്റെ കളറ്, ഫ്ലേവർ എന്നിവ എത്രത്തോളം ചേർക്കണമെന്ന് കണ്ടുപിടിക്കലാണോ? അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, സ്പിരിറ്റിൻ്റെ വീര്യം അളക്കൽ. ഒരു പാനീയത്തിൽ അല്ലെങ്കിൽ ഇതിൽ എത്ര മദ്യം അടങ്ങിയിട്ടുണ്ട്, എത്ര എത്തനോൾ അടങ്ങിയിട്ടുണ്ട്, എത്ര ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതാണ് എന്ത്? പ്രൂഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൂവ് എന്ന് പറയുന്നത്. മറക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ വിദേശ മദ്യ വിൽപ്പന നടത്തുന്നതിനും വിദേശ മദ്യം ലൈസൻസ് 1 പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത്? അപ്പോൾ നമ്മൾ FL1 ലൈസൻസിനെ കുറിച്ച് ഇന്ന് തന്നെ പഠിച്ചു അല്ലേ? ഞാൻ പറഞ്ഞതുമാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ, നേരത്തെ പറഞ്ഞതാണ്. FL1 ലൈസൻസ് നമുക്കറിയാം സർക്കാർ സ്ഥാപനങ്ങളാണ്. ഇതിനകത്ത് ഉൾപ്പെട്ട ഏതൊക്കെ സർക്കാർ സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത് വെച്ചാൽ, ഒന്ന് ശരി ഉത്തരമാണ്. FL1 ലൈസൻസ് ഉള്ള സ്ഥാപനമാണ് ഏത്? കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇത് 3ഉം ശരിയാണല്ലോ. ഇത് 3ഉം ശരി. പക്ഷേ എന്തില്ല? കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അതിനകത്തില്ല. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 1, 2, 3 അല്ലേ? അപ്പോൾ ഈ 3 ഇതിനകത്ത് വരുന്നത്. ഈ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ FL11 ലൈസൻസ് ആണ് ഉള്ളത്. ബാക്കി ഇതെല്ലാം FL1 ലൈസൻസ് ആണെന്ന് അറിയുക. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഒരിക്കൽ പറഞ്ഞതുമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെന്നൊക്കെയാണ്. അപ്പോൾ ശരിയായത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന ഒന്ന് പരിശോധിക്കാം. നോക്കാം. 15.5% വോളിയം ബൈ വോളിയം വരെ ഈഥയിൽ ആൽക്കഹോൾ അടങ്ങിയ വൈൻ കേരളത്തിൽ വിൽപ്പന നടത്താം. അപ്പോൾ വൈനിൻ്റെ മാക്സിമം അളവ് 15.5 തന്നെയാണ് ശരി. കാരണം വൈനിൻ്റെ 8 മുതൽ 15.5 വരെ പോകാം. അതുപോലെ 35 ഡിഗ്രി UP ജിൻ വിദേശ മദ്യം കേരളത്തിൽ വിൽപ്പന നടത്താം. അപ്പോൾ കേരളത്തിൽ വിൽപ്പന നടത്താവുന്ന വിദേശ മദ്യത്തിൻ്റെ അളവ് 35 ഡിഗ്രി UP വരെ പോകാം. ശരി തന്നെയാണ്. ബാക്കിതായി ഉത്തരം വായിക്കുന്നില്ല. തെറ്റായ ഓപ്ഷൻ നമ്മൾ വായിക്കാറില്ല, അത് തെറ്റാണ്. പബ്ബ് ബിയർ വിൽപ്പനയ്ക്ക് ലൈസൻസ് സർക്കാർ അളവിൽ KTDCക്ക് മാത്രമാണ്. തെറ്റാണ്. അപ്പോൾ KTDCക്ക് മാത്രമല്ല, ബാക്കി എന്താണ്, ആർക്കാണ് കൊടുക്കുന്നത്? ഹെറിറ്റേജ് ഹോംസ് തുടങ്ങിയവയ്ക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പോകേണ്ട. 1ഉം 2ഉമാണ് ശരി എന്നാണ്. ഇവിടെ തെറ്റായ പ്രസ്താവന ചോദിച്ചുകൊണ്ട് ആൻസർ 3ഉം 4ഉമാണ് അല്ലേ? തെറ്റായ പ്രസ്താവന ചോദിക്കുന്നത്. അപ്പം 3ഉം 4ഉമാണ് ശരിയായ ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അപ്പോൾ ഈ 3ഉം 4ഉമാണ് ഇവിടുത്തെ തെറ്റായ പ്രസ്താവനകളെന്ന് അറിയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം.
അടുത്ത ക്വസ്റ്റ്യൻ, കോട്ട്പ നിയമം 2003 പ്രകാരം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന്. കോട്ട്പ നിയമം 2003 പ്രകാരം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ നോക്കാം നമുക്ക്. ഒന്നാമത്തെ പ്രസ്താവന, 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നം വിൽക്കാൻ പാടില്ല. ശരിയല്ലേ? ശരിയാണ്. ആ ഉത്തരം ശരിയാണെന്നറിയുക. പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടില്ല. അങ്ങനെ ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. ഉപയോഗിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. പൊതുസ്ഥലങ്ങൾ ഒത്തുകൂടുന്ന വെച്ചാൽ ബസ് സ്റ്റാൻഡ് പൊതുസ്ഥലങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലമാണ്. അവിടെ ഈ പുകയില ഉൽപ്പന്നം വിൽക്കാറില്ലേ? പുക അല്ലേ, വിൽക്കാൻ പാടില്ല എന്നൊരിടത്തും പറഞ്ഞിട്ടില്ല. അത് വിൽക്കാറുണ്ട്, പക്ഷേ അവിടെ എന്താണ്, ഈ സ്കൂൾ പരിസരത്തൊക്കെയാണ് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഉത്തരം തെറ്റാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 100 വാരയ്ക്കകത്ത് വരുന്ന പ്രദേശങ്ങളിൽ പുകയില ഉൽപ്പന്നം വിൽക്കാൻ പാടില്ല. അത് ശരിയാണ്. പുകവലി നിരോധിത മേഖല എന്ന് വിജ്ഞാപനം ചെയ്ത സ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നം വിൽക്കുവാൻ പാടില്ല. പുകവലി നിരോധിത മേഖല എന്ന് പറഞ്ഞാൽ അത് പൊതുസ്ഥലമാണ്. അവിടെ വിൽക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ ആൻസർ 1ഉം 3ഉമാണ് ശരി എന്നറിയുക. തെറ്റായ പ്രസ്താവനയായതുകൊണ്ട് തന്നെ 2ഉം 4ഉമാണ് ആൻസർ. 2ഉം 4ഉം ശരി ഉത്തരം എന്നത് ഓപ്ഷൻ ഡി ആണെന്നറിയുക. ഓപ്ഷൻ ഡി മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, കോട്ട്പ ആക്ട് 2003 പ്രധാന ലക്ഷ്യങ്ങളിൽ താഴെ പറഞ്ഞവരിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചാൽ, വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ശരിയല്ലേ? ശരി തന്നെയാണ്. വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുക ശരിയാണ്. യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക ശരിയാണ്. ശരിയാണ്. ഗർഭിണികളായ സ്ത്രീകളെ, ചെറിയ കുട്ടികളെയും പുകയില ദൂഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക ശരി തന്നെയാണ്. നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ പുകയില ഉപയോഗങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക ശരി തന്നെയാണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരി എന്നാണ് ഇതിൻ്റെ ആൻസർ. എല്ലാ ഉത്തരങ്ങളും ശരിയാണെന്നറിയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കോട്ട്പ നിയമപ്രകാരം താഴെപ്പെടുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതെന്നാണ്. അപ്പോൾ പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ മുന്നറിയിപ്പ് പരസ്യം ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കണം. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം നമുക്ക്. കോട്ട്പ നിയമത്തിലെ പരസ്യവുമായി മുന്നറിയിപ്പ് ഭാഷയെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 9ആണ്. ഭാഷയെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് 9ാമത്തെ സെക്ഷൻ. അതിനകത്ത് പ്രാദേശിക ഭാഷകളിലും വേണം, ഇംഗ്ലീഷിലും വേണമെന്നാണ് പറയുന്നത്. അല്ല, ഇംഗ്ലീഷിൽ മാത്രം വേണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് മുന്നറിയിപ്പ് പരസ്യം ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ വേണമെന്ന് ഇംഗ്ലീഷ് ഭാഷ വേണം, പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രം എഴുതിയിരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന തരത്തിലായിരിക്കണം. ശരിയാണ്. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലിപ്പത്തിലുമായിരിക്കണം. ശരിയാണ്. എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾ കാണാത്ത വിധത്തിൽ മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തിയിരിക്കണം. ശരിയാണ്. അപ്പം 3 ശരി എന്നാണ്. 2ഉം 3ഉം 4ഉം ശരിയുള്ള ഓപ്ഷൻ ഉണ്ടോ? 2ഉം 3ഉം 4ഉം ശരിയുള്ള ഓപ്ഷൻ സി ആണ് ആൻസർ എന്നറിയുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞു തന്നെയാണ്, വിമുക്തി മിഷൻ ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയാണ്. അവിടെ 2016 നവംബർ 20 വിമുക്തി പദ്ധതി കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. ശരി തന്നെയാണ്. വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ശരി തന്നെയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണവും വിമുക്തി പദ്ധതിയിൽ ഉൾപ്പെടും. ശരി തന്നെയാണ്. അപ്പോൾ ഇതും ശരിയാണ്. നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം എന്നാണ് പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് ലക്ഷ്യമായിട്ടുള്ള നവകേരളമൊന്നുമല്ല, ഇതൊരു പ്രചരണ പരിപാടിയാണ്. നാളത്തെ കേരളം ലഹരിമുക്ത കേരളം ഒരു പ്രചരണ പരിപാടിയാണ്. അതുപോലെ തന്നെ നവകേരളം എന്നുള്ള പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇത് തെറ്റാണെന്നറിയുക. അപ്പോൾ ആൻസർ 1ഉം 2ഉം 3ഉം ശരി എന്ന് മാത്രമുള്ള ഓപ്ഷനാണ് ഇതിൽ പോകുന്നത്. ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 3ഉം ശരി എന്നാണ് ആൻസർ. വേറെ ഒന്നും ശരിയല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ താഴെ പറയുന്നത് ഏതെല്ലാം എന്ന് നോക്കാം. അപ്പോൾ അവിടെ വിമുക്തി മിഷനിലെ ബോധവൽക്കരണ പരിപാടിയിൽ ഏതെല്ലാം വരും നോക്കാം. 1, സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിയിട്ടുള്ള മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നം എന്നിവയുടെ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക. ശരിയാണല്ലോ. അതുപോലെ നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക. അതൊക്കെ. അടുത്തത്, ലഹരി ഉപയോഗത്തിൽ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുക. ശരി തന്നെയാണ്. സമ്പൂർണ്ണ മദ്യനിരോധനം സംസ്ഥാനത്ത് നടപ്പിലാക്കുക എന്നാണ് വിമുക്തി മിഷൻ്റെ പ്രധാന ലക്ഷ്യം. അത് തെറ്റാണ്.
സമ്പൂർണ്ണ മദ്യനിരോധനമൊന്നും വിമുക്തി മിഷൻ്റെ കാര്യത്തിൽ വരുന്നില്ല. ആൻസർ 1, 2, 3 ശരി എന്ന ഓപ്ഷനിലേക്ക് വരുന്നു. ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ അവിടെ 1, 2, 3 ശരി എന്ന് വരുന്നത്. 4ാമത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് അറിയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നു. അപ്പോൾ കോട്ട്പയും വിമുക്തിയായിട്ടാണ് കൂടുതൽ ഇവിടെ വരുന്നത്. അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ വരുന്നു. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവരിൽ ആരെല്ലാം അംഗങ്ങളാണ്? അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒന്ന് കാണാതെ പഠിക്കേണ്ട ഒരു ടോപ്പിക് കൂടെയാണ്. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തീർച്ചയായിട്ടും ഉണ്ടാകും, ജില്ലാ കളക്ടർ തീർച്ചയായിട്ടും ഉണ്ടാകും, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറും തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓർമ്മിക്കുക, ജില്ലാ കളക്ടർ ഓർമ്മിക്കുക, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഓർമ്മിക്കുക. അവിടെ വരാത്തത് വിമുക്തി മാനേജർ ആണെന്നറിയുക. വിമുക്തി മാനേജറാണ് അവിടെ ഇല്ലാത്തതെന്നറിയുക. അപ്പോൾ ആൻസർ നമുക്ക് നോക്കാം. ഓക്കെ, 1 ജില്ലാ പഞ്ചായത്ത് ശരിയാണ്, ജില്ലാ കളക്ടർ ശരിയാണ്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ശരിയാണ്. തെറ്റായത് വിമുക്തി മാനേജറാണ്. അവിടെയും 1, 2, 3 ശരി എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 1, 2, 3 ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട് അവർ 2000 വിവര IT ആക്ടിലെ വ്യവസ്ഥകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അവിടെ 43 പറയുന്നുണ്ട്, വകുപ്പ് 66, ഹാക്കിംഗ് ഒക്കെ പറയുന്നത് 66. അപ്പോൾ അവിടെ നമുക്ക് ഓപ്ഷൻ സി എടുക്കാം. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി A and B എടുക്കാം. 1ഉം 2ഉം വരുന്നു, 2ഉം ശരിയല്ല, ഇത് 2ഉം വരുന്നു. അപ്പോൾ അവിടെ ഓർമ്മിക്കുക, A and B ഓർമ്മിക്കുക. അടുത്തതിലേക്ക് വരുന്നു. IT ആക്ട് 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം എത്ര? വിവര സാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം എത്ര എന്ന് ചോദിച്ചാൽ ആൻസർ പ്രായം എത്രയാണ്? 18 വയസ്സ്. എളുപ്പമല്ലേ? 18 വയസ്സ്. ഇത് എല്ലാവർക്കും എളുപ്പമാണല്ലോ, 18 വയസ്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം എത്രയെന്നാണ് ചോദിച്ചത്. കുറഞ്ഞ പ്രായം എത്രയാണ്? അപ്പോൾ അവിടെ 23 വയസ്സാണ്. 23 വയസ്സ് നമ്മൾ പഠിച്ചതാണ്. 15-നകത്തൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. താഴെ പറയുന്ന പ്രസ്താവനകളെക്കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരിയേതെന്നാണ്? ജനുവരി 30 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടങ്ങിക്കിടക്കണം. അതുപോലെ ലോകാരോഗ്യ ദിനമായ ഏപ്രിൽ 7 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടങ്ങിക്കിടക്കണം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടങ്ങിക്കിടക്കണം. ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടങ്ങിക്കിടക്കണം. അപ്പോൾ ഇതിലേതാണ് പ്രസ്താവനകൾ ശരിയെന്ന് പറയുക? അപ്പോൾ ജനുവരി 30 ഡ്രൈ ഡേ തന്നെയല്ലോ, ശരി തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടങ്ങിക്കിടക്കണം, അത് തെറ്റാണ്, അത് ഡ്രൈ ഡേ അല്ല. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടങ്ങിക്കിടക്കണം, അത് ശരിയാണ്, ശരിയായ ഓപ്ഷനാണെന്ന് അറിയുക. ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടങ്ങിക്കിടക്കണം, അതും ശരിയാണ്. അപ്പോൾ ശരി ഏത് എന്ന് ചോദിച്ചാൽ 1ഉം 3ഉം 4ഉം ശരിയല്ലേ? 1ഉം 3ഉം 4ഉം ശരിയല്ലേ? അപ്പോൾ അവിടെ നോക്കാം, ഓപ്ഷൻ എ ആണ്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ജനുവരി 30 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടങ്ങിക്കിടക്കണം, ശരി തന്നെയാണ്. ലോകാരോഗ്യ ദിനം എന്തല്ല ഡ്രൈ ഡേ അല്ല, അതുകൊണ്ട് തന്നെ അത് അടങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ജൂണിൽ എല്ലാ മദ്യശാലകളും അടങ്ങിക്കിടക്കണം, ശരി തന്നെയാണ്. ദുഃഖവെള്ളി ദിനത്തിലും അടങ്ങിക്കിടക്കണം, ശരി തന്നെയാണ്. അപ്പോൾ ഇത് ഓർമ്മിക്കുക, ഇത് കറക്റ്റായ ഉത്തരമാണ്. മനസ്സിലാവുന്നുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് പോർഷൻ തീർക്കാൻ വേണ്ടിയാണ് അല്പം സ്പീഡിൽ പോകുന്നത്. ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചൊരു ക്വസ്റ്റ്യനാണ് അല്ലേ? നമുക്കറിയാം കേരളത്തിൽ ഒരാൾക്ക് കൈവശം സൂക്ഷിക്കാവുന്ന അളവ് എത്ര? 15 ലിറ്ററാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം കള്ള് 2.5 തെറ്റല്ലേ, കള്ള് 1.5 IMFL. അപ്പോൾ ഇത് തെറ്റാണ്. IMFL ശരിയാണ് അല്ലേ, 3 ലിറ്റർ തന്നെയാണ്. ബിയർ ശരിയാണ്, 3.5 ലിറ്റർ ശരി തന്നെയാണ്. വൈന് 3.5 അവിടെ, ഇതും തെറ്റാണെന്നറിയുക, 3.5 ശരി. FMFL 3 ലിറ്ററാണ്, അതുകൊണ്ട് തന്നെ ഇതും തെറ്റാണ്. ഒക്കോ ബ്രാൻഡ് 1 ലിറ്ററാണ്, അതുകൊണ്ട് ഇതും തെറ്റാണ്. ആൻസർ 2, 3 മാത്രം ശരി എന്നുള്ള ഓപ്ഷൻ ഏതാണ്? 2, 3 മാത്രം ശരി. 2, 3 മാത്രം ശരി ഏതാണ്? അതെന്താണ്? ഇവിടെ IMFലും ബിയറും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒരിക്കൽ പഠിച്ചതാണ്, അത് നിങ്ങൾക്ക് അറിയാം, നന്നായിട്ട് അറിയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. നമുക്ക് കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതിനും വിൽപ്പനയ്ക്കും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം. അതായത് ചാരായവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ എന്താണ് ഏതിൽ പറയുന്നത് വെച്ചാൽ 8ാമത്തെ സെക്ഷനിലാണ്. അബ്കാരി ആക്ടിലെ 8ാമത്തെ സെക്ഷനിലാണ് ചാരായം 8 ഓർമ്മിക്കുക. അപ്പോൾ അതിനകത്ത് ചാരായ നിരോധനം ഏർപ്പെടുത്തിയ വർഷം ചോദിച്ചാൽ 96, അതിനുള്ള ശിക്ഷ പ്രാബല്യത്തിൽ വന്ന വർഷം 97 വന്നെടുക്കുക. ആൻസർ 97 ആണ്. ഇതിൻ്റെ ആൻസർ 97 ആണെന്നറിയുക. 97.
ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. NDPS ആക്ട് 1985 ബാധകമായ പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കേരളം മാത്രം എന്ന് വെച്ചാൽ തെറ്റാണ്. കാരണം ഇത് കേരളം മാത്രമല്ല. അപ്പോൾ ആൻസർ സിമ്പിളായിട്ട് പറയാം. NDPS നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ്. വേറെ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എന്താണ്? ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങൾ എന്നാണ് ആൻസർ. NDPS നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ് 1985 നവംബർ 14 മുതൽ എന്നറിയുക. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് ജമ്മു കാശ്മീരൊക്കെ പ്രത്യേകിച്ച് അല്ലേ പുനഃസംഘടനാ നിയമമൊക്കെ വന്നതുകൊണ്ട് തന്നെ അതിനെ മാറ്റി നോക്കേണ്ട കാര്യമില്ല. ഇന്ത്യ മുഴുവനായിട്ട് തന്നെ നോക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ. 2 കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കുന്ന ശിക്ഷ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ NDPS ആക്ട് പ്രകാരം 3 തരത്തിലാണ് ശിക്ഷകൾ കൊടുക്കുന്നത്. ഒന്ന് സ്മോൾ ക്വാണ്ടിറ്റിയിൽ സാധനം സൂക്ഷിച്ചാൽ, ഒന്ന് മീഡിയം ക്വാണ്ടിറ്റി, ഒന്ന് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി. സ്മോൾ ക്വാണ്ടിറ്റി ചെറിയ അളവും മീഡിയം ക്വാണ്ടിറ്റി അല്ലെ രണ്ടിൻ്റെ ഇടയിലുള്ള അളവും കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി വലിയ അളവുമാണ്. അപ്പോൾ ചെറിയ അളവിനാണെങ്കിൽ 1 വർഷവും 10,000, വലിയ അളവിനാണെങ്കിൽ വലിയ അളവ് വെച്ചാൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ 10 മുതൽ 20 വർഷവും 1 മുതൽ 2 ലക്ഷവും, എന്നാൽ മീഡിയം ക്വാണ്ടിറ്റി ആണെങ്കിൽ 10 വർഷവും 1 ലക്ഷം രൂപയുമാണ്. അപ്പോൾ ഈ 2 കഞ്ചാവ് ചെടി നട്ടു വളർത്തി അത് മീഡിയം ക്വാണ്ടിറ്റി ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇത് നമുക്കൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, 2 കഞ്ചാവ് ചെടിയുടെ അളവ് എങ്ങനെയെന്നൊക്കെ. പക്ഷേ ഇവിടെ നമുക്ക് ആൻസർ സി ആണ് PSCയുടെ ഉത്തരം. അതുകൊണ്ട് തന്നെ നമ്മളിത് നോക്കുക. ഇവിടെ വേറെ കഠിനമൊന്നും വന്നിട്ടില്ല. 10 വർഷം വരെ തടവ് 1 ലക്ഷം രൂപയുമാണ്. വരണമെങ്കിൽ കഠിനം കൂടെ വരണമായിരുന്നു. പക്ഷേ ഈ ഓപ്ഷനിൽ PSCയുടെ ആൻസർ കീഴിലാണുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സി എടുക്കുന്നു ഓപ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. മീഥൈൽ ആൽക്കഹോളിൻ്റെ കെമിക്കൽ ഫോമുല എന്ത്? നമുക്കറിയാം മീഥൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ മദ്യപിക്കാൻ, നമുക്കറിയാം പാനയോഗ്യമായതിന് നമ്മൾ പറയുന്നത് ഈഥൈൽ ആൽക്കഹോൾ എന്നല്ലേ. പാനയോഗ്യം നമുക്ക് കുടിക്കാൻ പറ്റുന്നതിൻ്റെ മദ്യത്തിനെ പറയുന്ന പേരാണ് ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നു. അത് നമുക്കെന്താണ് CH3CH2OH ഇതാണ് ഈഥൈൽ ആൽക്കഹോളിൻ്റെ രാസസൂത്രം. എന്നാൽ മീഥൈൽ ആൽക്കഹോൾ CH3OH എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് വിഷമദ്യ ദുരന്തത്തിന് കാരണമാകുന്നത്. CH3OH ആണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, CH3OH. ഇതാണ് മെത്തനോൾ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മീഥൈൽ ആൽക്കഹോൾ. മെത്തനോൾ അല്ലെങ്കിൽ മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു പേര് വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നതാണ്, വുഡ് സ്പിരിറ്റ്. എന്നാൽ ഇവിടെയാണെങ്കിൽ എത്തനോൾ അല്ലെങ്കിൽ ഈഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മറ്റൊരു പേര് ശുദ്ധമദ്യം, ധാന്യമദ്യം, ഗ്രേപ്പ് സ്പിരിറ്റ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടും. ശുദ്ധമദ്യം, ധാന്യമദ്യം, ഗ്രേപ്പ് സ്പിരിറ്റ്. ഓക്കെ അല്ലേ? ഇതാണ് പാനയോഗ്യമായതും ഇത് പാനയോഗ്യമല്ലാതായതും ആണെന്ന് ഓർമ്മിക്കുക. ആൻസർ ഇതാണെന്ന് ഓർമ്മിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് പ്രകാരം അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ എന്ത്? അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, പൂർണ്ണമായി ജലം മാറ്റിയതിന് ശേഷം പൂർണ്ണമായി ഈഥൈൽ ആൽക്കഹോൾ മാത്രമുള്ളതിനാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. നമുക്കൊന്നിലും മായം പാടില്ല, പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ട് മദ്യം മാത്രമായിരിക്കണം. അപ്പോൾ ഇതിനകത്ത് നോക്കി, ഇതിനകത്ത് വെറും കണ്ടോ ഈ ആൻസർ ഓപ്ഷൻ സി നമുക്കെടുക്കാം. ഇവിടെ ഓപ്ഷൻ സി ആണ് എന്താണ്, 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയതാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നറിയുക. 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയതാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നറിയുക. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അല്ലാതെ ക്ലിയർ ആണ്. ഇപ്പം മാത്രമല്ല, അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയണമെങ്കിൽ ഒരു കാരണവശാലും 1% കൂടുതൽ എന്ത് വരാൻ പാടില്ല? ജലം വരാൻ പാടില്ല. ഒരു കാരണവശാലും 1% കൂടുതൽ ജലം വരാൻ പാടില്ല. അതാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് അറിയുക. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും വരുന്നു. വിദേശ മദ്യശാലകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള കാര്യം ഡ്രൈഡേ ആണ് പറയുന്നത്. കണ്ടോ, ശ്രീനാരായണ ഗുരു ജയന്തി ദിവസം മദ്യഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാം. തെറ്റുത്തരം. ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ദിവസം വിദേശ മദ്യഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല. അത് ശരി ഉത്തരം. മഹാത്മാഗാന്ധി ജനിച്ച ദിവസം വിദേശ മദ്യഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കാം. തെറ്റുത്തരം. അപ്പോൾ ആൻസർ ഏതാണ്? ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്തത് വെച്ചാൽ 1ഉം 3ഉമാണ് ആൻസർ. 1ഉം 3ഉം വരുന്ന ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം എന്നറിയുക. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം പഠിച്ചത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസ്റ്റ് സെൻറ്ററുകൾ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം. ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ എന്നറിയുക. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ അറിയാം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനത്തിൽ നിന്ന് ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിൻ്റെ കുറഞ്ഞ അളവ് എത്രയെന്നാണ്? അപ്പോൾ കൂടിയ അളവൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ കുറഞ്ഞ അളവ് എത്രയെന്ന് ചോദിച്ചാൽ ആൻസർ 180 മില്ലി ലിറ്ററാണ് വിദേശ FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനത്തിൽ നിന്ന് ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിൻ്റെ കുറഞ്ഞ അളവ് 180 മില്ലി ലിറ്റർ എന്ന് പഠിച്ചുകൊള്ളുക. ഇമ്പോർട്ടൻ്റ് ആണ്, 180 മില്ലി ലിറ്റർ. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് കോട്ട്പാ നിയമപ്രകാരം ശരിയായിട്ടുള്ളത്?
ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കാം. ശരിയായിട്ടുള്ളത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 മീറ്റർ ചുറ്റളവിനുള്ളിൽ പുകയില ഉൽപ്പന്നം വിൽപ്പന നടത്താൻ പാടില്ല. 100 മീറ്റർ അല്ല, 100 യാർഡാണ് ശരി ഉത്തരം. അപ്പോൾ ഇത് തെറ്റാണെന്നറിയുക. അപ്പോൾ ഈ ഓപ്ഷൻ എ തെറ്റാണെന്നറിയുക. ഓപ്ഷൻ തെറ്റാണ്. 18 വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നം വിൽക്കരുത്. അപ്പോൾ ശരിയാണത്. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കാനോ പാടില്ല. അതും ശരിയാണ്. അപ്പോൾ ആൻസർ ശരിയായിട്ടുള്ളത് ചോദിച്ചാൽ ആൻസർ ഏതാണ്? 2ഉം 3ഉമാണ് ശരി ഉത്തരമെന്ന് ഓർമ്മിക്കുക. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 2ഉം 3ഉം എന്നറിയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, കോട്ട്പ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ സജ്ജീകരിക്കേണ്ടത്? നമുക്കറിയാം, ഹോട്ടൽ മുറികളിൽ പറയുമ്പോൾ വലിയ ഹോട്ടലുകൾക്കൊക്കെ ആണെങ്കിൽ 30 മുറികളുള്ള ഹോട്ടൽ ആണെങ്കിൽ എന്താണ് സ്മോക്കിംഗ് ഏരിയ സജ്ജീകരിക്കണം എന്നാണ് അവിടെ പറയുക. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി എന്താണ്? 30 ആണ് ആൻസർ എന്ന് നോക്കുക. ഓപ്ഷൻ ബി 30 എന്നറിയുക. അതുപോലെ തന്നെ സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിൻ്റെ പുറത്തുള്ള സ്ഥലത്തിൻ്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിക്കണമെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? 85. പഠിച്ചതല്ലേ 85? വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യനാണിത്. ഇവിടെ റിപ്പീറ്റ് ചെയ്തല്ല, പ്രീവിയസ് ക്വസ്റ്റ്യനായിട്ട് PSC റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് വീണ്ടും വന്നത്. അതുപോലെ കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മദ്യം മയക്കുമരുന്നുള്ള ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജ്ജ മിഷനാണ്. എളുപ്പമാണ്. ആൻസർ വിമുക്തി. വിമുക്തിയെക്കുറിച്ച് ഒരുപാട് പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞു. ക്യാമ്പയിൻ അഗൈൻസ്റ്റ് ആൽക്കഹോളിസം എന്ന ചാപ്റ്ററിനകത്ത് ഒരുപാട് പ്രാവശ്യം വന്ന ക്വസ്റ്റ്യനാണ് വിമുക്തി എന്നറിയുക. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ പാഠവും ഒന്ന് കവർ ചെയ്ത് വന്നിട്ടുണ്ട്, എല്ലാ ചാപ്റ്ററും. അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് പ്രാധാന്യം കൊടുത്ത് ഇതിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ നന്നായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും 20-ന് ഞാൻ പറഞ്ഞല്ലോ, 20-ന് 20 എന്ന് പറഞ്ഞില്ലെങ്കിലും 20-ന് അടുപ്പിച്ചുള്ള മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് വാങ്ങിത്തരാൻ സാധിക്കും. അപ്പോൾ ഇനിയും നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക, കാണുക. ഓക്കെ അല്ലേ? അപ്പോൾ താങ്ക് യു.